എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ രണ്ട് ടീമും അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ചപ്പർത്തലനാണെങ്കില് ഫുൾ ഫോമില് അവന്റെ കൈയൊക്കെ ചുരുട്ടിപ്പിടിച്ച് അങ്ങനെ ചാടി ചാടി നിൽക്കും. പക്ഷെ എന്താ, ആ പിള്ളേര് അവരുടെ പവർ കണ്ട് എല്ലാവരും ഷോക്കാവും. അവരെല്ലാവരും ചേർന്ന് അവരുടെ ഫുൾ പവർ എടുത്ത് നമ്മുടെ ആൾക്കാരെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് തല്ലി തല്ലി ഇപ്പൊ താഴെയിടും. അത് കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. മൈക്ക് മാസ്റ്ററിന്റെ അനൗൺസ്മെന്റ് പോലും ഇപ്പൊ ഒരു സെക്കൻഡ് സ്റ്റക്ക് ആയി പോവും. ടീച്ചർ ഒരുപാട് വിഷമിച്ച് ഇപ്പൊ ആ കുട്ടികളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. പക്ഷെ മൈക്ക് മാസ്റ്റർ ആണെങ്കില് അതിന് അനുവദിക്കില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. മൈക്ക് ടീച്ചറിനോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇനിയാണ് ദ റിയൽ ഫൈറ്റ്. അപ്പൊ അവിടുന്ന് നമ്മുടെ ആൾക്കാരെ കാണിക്കും. ആക്ച്വലി അവർക്ക് ഒരു പോറല് പോലും പറ്റിയിട്ടുണ്ടാവില്ല. കുട്ടികളുടെ സമാധാനത്തിന് വേണ്ടി അവർ വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെ നിന്നതാണ്. കാരണം നമ്മുടെ ഹീറോസ് അവർ ചില്ലറക്കാരല്ല, റിയൽ മോൺസ്റ്റേഴ്സുമായിട്ട് ഡെയിലി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. ടോഡറോക്കിയും ചപ്പർത്തലനും ഇസുക്കും ഈനസയും അവർ 4 പേരും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ആ പിള്ളേർക്ക് അത് തീരെ പിടിക്കില്ല. അപ്പൊ അത് കണ്ട് ഒരു പെങ്കൊച്ച് അവളുടെ പവർ എടുത്ത് ടോഡറോക്കി അറ്റാക്ക് ചെയ്യാൻ വരും. അത് കാണുമ്പോ ടോഡറോക്കി, വാവ്, നിന്നെ കാണാൻ ശരിക്കും മനോഹരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ കയ്യിലെടുക്കും. അത് ആക്ച്വലി ടോഡറോക്കി ആയിരിക്കില്ല, മറിച്ച് ആ കേമി പെണ്ണാണ്. അപ്പൊ ഇനസ അവന്റെ പവർ ഉപയോഗിച്ച് അവിടെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ടോഡറോക്കി അവന്റെ പവർ വെച്ച് ഇപ്പൊ സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും പോലെ ആ സ്ഥലം അത് മുഴുവനായിട്ടും ഇപ്പൊ റിനോവേറ്റ് ചെയ്യും. അത് കണ്ട കുട്ടികള് സ്കേറ്റിംഗ് ഫീൽഡിൽ കൂടെ ഇപ്പൊ സ്കേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. കുട്ടികളെല്ലാവരും ഇപ്പൊ അത് കണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. അടുത്തത് ഞാൻ, ഇനി ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവര് വീണ്ടും വീണ്ടും അവിടെ കളിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ഐഡിയ അത് മറ്റാരുടെ അല്ല, ചപ്രത്തലേന്റേതാണ്. കാരണം കുട്ടികളെ ഒരിക്കലും അടിച്ചു തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ ഈ ഒരു വിദ്യ മാത്രമേ അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പർപ്പിൾ കോട്ടിട്ട ആ പിള്ളേരുടെ നേതാവ് അവൻ മാത്രം ഒരു കുലുക്കവും ഇല്ലാതെ ഫുൾ കലിപ്പില് അങ്ങനെ നിൽക്കും. അത് കണ്ട ചപ്പർത്തലയൻ ഇപ്പൊ ഇനസയോട് പറയും, ഇവനെയും തൂക്കിയെടുത്ത് ആ സ്കേറ്റിങ്ങിലൂടെ അങ്ങനെ താഴേക്കിട്. അത് കേൾക്കേണ്ട താമസം ഇനസ അവനെ തൂക്കിയെടുത്ത് സ്കേറ്റിംഗ് ഫീൽഡിൽ നിന്ന് ഇപ്പൊ പതിയെ താഴേക്കിടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കുട്ടികളെ എല്ലാവരെയും നമ്മുടെ ആൾക്കാർ കയ്യിലെടുത്തു. ടീച്ചർ ആണെങ്കില് ഇപ്പൊ ഭയങ്കര ഹാപ്പി, മൈക്കാണെങ്കില് ഡബിൾ ഹാപ്പി. അവൻ ടീച്ചറിനോട് പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാം. അവരിപ്പോ അനുസരണയുള്ള അച്ചടക്കമുള്ള മിടുക്കന്മാരാണ്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അഭിനന്ദിച്ച് പുറത്തേക്ക് അയക്കും. ഇനസപ്പയ്യന് ഇപ്പൊ ടോഡറോക്കിയോടുള്ള ദേഷ്യം അത് മുഴുവനായിട്ട് മാറും. അവർ 4 പേരും ഇപ്പൊ കട്ട ഫ്രണ്ട്സായി മാറി പുറത്തേക്ക് വരും. അപ്പൊ എൻഡവറും ചിരിക്കുട്ടനും മൈക്ക് ഇവര് 3 പേരും ഇപ്പൊ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോഡറോക്കിയെ കാണുമ്പോ തന്നെ ഇപ്പൊ ഒരുപാട് സന്തോഷത്തില് എൻഡവർ ആളുടെ കൈയെടുത്ത് ഇപ്പൊ അവന്റെ ഷോൾഡറിൽ വെക്കും. പക്ഷെ അവൻ ദേഷ്യപ്പെട്ട് എൻഡവറിന്റെ കൈ ഇപ്പൊ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അത് കണ്ട് ഇനസ ഇപ്പൊ എൻഡവറിന്റെ അടുത്തേക്ക് വരും. നിങ്ങൾ കാരണമാണ് ആക്ച്വലി ഞാൻ ഇത്രയും വളർന്നത്. അത് കേട്ട് എൻഡവറും ഇപ്പൊ അവനോട് വളരെ കാഷ്വലായിട്ട് പെരുമാറും. അതോടെ ഇനസയ്ക്ക് എൻഡവറിനോടുണ്ടായിരുന്ന ദേഷ്യവും മാറിക്കിട്ടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ എല്ലാവരും നൈറ്റയുടെ ഫ്യൂണറൽ ചടങ്ങിന് വേണ്ടി ഒരുപാട് വിഷമത്തോടെ ഇപ്പൊ ചർച്ചിലേക്ക് വരികയാണ്. സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് വിഷമായിട്ട് പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മാസ്റ്റർ നോക്കി നിൽക്കും. അപ്പൊ അതേസമയം ഹോസ്പിറ്റല് ഇപ്പൊ നമ്മുടെ പെൺകുട്ടി അവൾക്ക് ബോധം വീണ് അവളുടെ ഫീവർ ഒക്കെ കുറഞ്ഞ് ഇപ്പൊ പതിയെ നോർമലാവും. പക്ഷെ എന്താ, അവൾക്ക് ഇപ്പോഴും അവളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അവളുടെ റൂമിലേക്ക് ഇപ്പൊ വരാൻ കഴിയില്ല. US സ്കൂളിലാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് എക്ടോപ്ലാസം മാസ്റ്റർ ഇപ്പൊ ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെയോ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ മാസ്റ്റർ ഇപ്പൊ ബോർഡില് ഒരു വമ്പ കണക്കെഴുതും. അതിന്റെ ആൻസർ സ്റ്റുഡൻസിനോട് ചോദിക്കും. ക്യാമിനാരിക്കാണെങ്കിൽ അവന്റെ തല പുകഞ്ഞ് മുകളിലേക്ക് പുക വരും. പക്ഷെ പഠിപ്പിസ്റ്റ് മോമോ പെണ്ണ് അവളിപ്പോ കാര്യമായിട്ട് എന്തൊക്കെയോ കൂട്ടാനും കിഴിക്കാനൊക്കെ തുടങ്ങും. ഇവിടെ ഹീറോ ആണെങ്കിൽ അവന് കലി കയറി ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ഇപ്പൊ ആ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അവനവന്റെ മുട്ടിയൊക്കെ പിടിച്ച് വലിച്ച് കൂലങ്കക്ഷമായിട്ട് ആൻസർ കണ്ടുപിടിച്ച് അത് കൈ ഉയർത്തി ഇപ്പൊ വിളിച്ചു പോവും. പക്ഷെ എന്താ, ആ ആൻസർ തെറ്റിപ്പോവും. അപ്പൊ നമ്മുടെ മോമോ പെണ്ണ്
അവള് ക്യാഷ്വലായിട്ട് ഇപ്പൊ റൈറ്റ് ആൻസർ പറയും. പക്ഷെ ഹീറോയുടെ ആൻസറും അത് ഓൾമോസ്റ്റ് ശരിയായിരുന്നു. അവന്റെ ഹാർഡ് വർക്കും ആത്മാർത്ഥതയൊക്കെ കാണുമ്പോ ഇപ്പൊ ബാക്കി സ്റ്റുഡൻസ് നമ്മുടെ ചെക്കനെ ഇപ്പൊ ഭയങ്കരമായിട്ട് കൺഗ്രാചുലേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോകും. അപ്പോഴായിരിക്കും പ്രിൻസസ് ഒരു സ്വീറ്റ് എടുത്ത് നമ്മുടെ ആളുടെ വായിലേക്ക് അങ്ങനെ വെച്ചു കൊടുക്കുക. ഹീറോ ആ സ്വീറ്റും പ്രിൻസസിനെയും കണ്ട് ഇപ്പൊ ഷോക്കാവും. അവൻ ചിരിക്കും. നീ പേടിച്ചു പോയോ? കുഴപ്പമൊന്നുമില്ല, അത് സ്വീറ്റാണ്. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പ്രിൻസസ് അവനെയും കൂട്ടി ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ കഫറ്റീരിയയിലേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നൈറ്റ് കാണിക്കും. ഹീറോ ആണെങ്കില് കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പൊ അതേ സമയത്ത് അവന്റെ റൂമിലേക്ക് ഇപ്പൊ ആരോ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മന്ദം മന്ദം ഹീറോയുടെ തൊട്ടടുത്തേക്ക് വരും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ പ്രിൻസസ്. അവൻ ടെററായിട്ട് ഇപ്പൊ ഇസുക്കു പയ്യനെ അങ്ങനെ നോക്കും. എന്നിട്ട് കാഷ്വലായിട്ട് ചിരിച്ചിട്ട് അവിടുന്ന് ഓടി ബാൽക്കണിയിലേക്ക് പോവും. പക്ഷെ ആക്ച്വലി ഇസുക്കു പയ്യനും അവൻ അവിടേക്ക് വരുന്ന കാര്യം കറക്റ്റായിട്ട് കണ്ടിരുന്നു. പക്ഷെ ഇസുക്ക് അവൻ ഒരു സെക്കൻഡ് അവനെ കണ്ട് പേടിച്ച് വിറച്ചു പോയി. ഇസുക്കിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനിപ്പോ കാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങും. എന്തിനായിരിക്കും അവൻ ഇവിടേക്ക് വന്ന് എന്നെ നോക്കി പിന്നീട് സ്റ്റെയർ കേസിലേക്ക് പോയിട്ടുണ്ടാവുക? നമ്മുടെ ഹീറോ അവൻ പതിയെ എഴുന്നേറ്റ് അവന്റെ പിന്നാലെ പോവും. അപ്പോഴായിരിക്കും അവന്റെ റൂമിന്റെ മുൻപില് എന്തോ ഒരു ടവലില് കെട്ടിവെച്ചതായിട്ട് കാണുക. അവനത് തുറന്നു നോക്കും. അത് മറ്റൊന്നുമല്ല, കുറച്ച് ചീസ്. അവൻ ഇങ്ങനെ ഒരു പ്രാന്തനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ചെക്കൻ തലയ്ക്ക് കൈ കൊടുക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ ലിഡാ പയ്യൻ അവൻ വിളിച്ചു പോവും. എല്ലാവരും ഓടിവാ, പെട്ടെന്ന് റെഡിയാവ്, ഒട്ടും സമയമില്ല. അങ്ങനെ എല്ലാവരും ഇപ്പൊ ക്ലാസ്സിലേക്ക് എത്തും. അപ്പോ ആ പ്രിൻസസ് അവൻ വളരെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഹീറോയെ നോക്കാൻ തുടങ്ങും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടും. കാരണം ഈ പ്രിൻസസ് അവൻ ഇതുവരെ ആരോടും നോർമലായിട്ട് സംസാരിക്കുന്നത് അവൻ കണ്ടിട്ടില്ല. എന്തോ ഒരു പ്ലാൻ അവന്റെ മനസ്സിലുണ്ട്. പക്ഷെ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ മിനട്ട അവൻ ആ കാമിനാരി പയ്യന് മൗണ്ട് ലേഡിയെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ കാണിച്ചു കൊടുക്കും. മിനട്ടോയ്ക്കാണെങ്കിൽ അവളെ കാണുമ്പോ തന്നെ ഇപ്പൊ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. കട്ട് ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ജിമ്മിലേക്ക് വന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. കരീഷ്മയാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അവന്റെ പവർ കൂട്ടാനായിട്ട് ഒരുപാട് സ്ട്രെസ് എടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഇസുക്ക് പയ്യൻ അവനൊരു കാര്യം ആലോചിക്കുക. കാരണം അവൻ അവന്റെ 20% പവർ ഉപയോഗിച്ചിട്ട് ആ കൊറ്റി വില്ലനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 100% ഉപയോഗിച്ചപ്പോഴാണ് അവനെ ലോക്ക് ചെയ്യാനായിട്ട് ഹീറോയ്ക്ക് കഴിഞ്ഞത്. അപ്പൊ ഈ 20% കൊണ്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെയെങ്കിലും അത് 100% ആക്കി അവന്റെ പവർ അത് കൺട്രോൾ ചെയ്യണം. അപ്പോഴായിരിക്കും ആ പ്രിൻസസ് അവൻ വീണ്ടും നമ്മുടെ ഹീറോയെ വിളിക്കുക. അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് അവന്റെ ലേസർ പവർ വെച്ച് ഒരു വലിയ പാറ അത് തുളച്ചും ഓട്ടയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ കാണിച്ചു കൊടുക്കും. പക്ഷെ ഒരുപാട് നേരം അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വയറുവേദനിച്ച് മൊട്ടുകുത്തി അവനിപ്പോ താഴെ ഇരിക്കും. അത് കണ്ട് ഇസുക്ക് പയ്യൻ അവൻ ഓടി വന്ന് ഇപ്പൊ അവനെ താങ്ങിയെടുക്കും. അവൻ ചോദിക്കും, നീ എന്തിനാ ഇന്നലെ ചീസ് കൊണ്ടുവന്ന് എന്റെ റൂമിന്റെ മുൻപിൽ വെച്ചേ? മാത്രമല്ല അതിൽ നീ ഐ നോ എന്ന് എഴുതിയിരുന്നു. അതെന്തിനാണ് ചോദിക്കുമ്പോ അവൻ പറയും, നിനക്ക് നിന്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുപോലെ തന്നെ എനിക്ക് എന്റെ പവറും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് കേൾക്കുമ്പോ നമ്മുടെ ഹീറോ ചിരിക്കും. അങ്ങനെ രണ്ടുപേരും ഗുഡ് ഫ്രണ്ട്സായി മാറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.